ഇത് ഓണറബിൾ പ്രൈം മിനിസ്റ്ററാണ് എല്ലാം ഡിസൈഡ് ചെയ്യുന്നത്. ഇപ്പം നമ്മളുടെ ISROയിൽ ഒരു പെരിയൊരു ടീം ഉണ്ട്, ടീം വർക്കല്ലേ. അതിൽ ഇപ്പം ഓണറബിൾ പ്രൈം മിനിസ്റ്റർ ഡിസൈഡ് ചെയ്താണ് ഇന്നലെ ഓഫീസ് ഓർഡർ റിലീസ് ചെയ്തത്. 14-ാം തീയതി തൊട്ടാണ് എനിക്കിപ്പം ചാർജ് കിട്ടിയിട്ടുള്ളത്. വിളിച്ച് പറഞ്ഞത് എൻ്റെത് പ്രൈം മിനിസ്റ്റർ ഓഫീസിൽ നിന്ന് വിളിച്ച് പറഞ്ഞു. പിന്നെ എൻ്റെ ഇപ്പോഴുള്ള ഇമ്മീഡിയറ്റ് ബോസ് സോമനാഥ് സാർ, ചെയർമാൻ സാറും വിളിച്ച് പറഞ്ഞു. ഗഗൻയാൻ, ചന്ദ്രയാൻ 4 ഉൾപ്പെടെയുള്ള ദൗത്യങ്ങൾ ഏറ്റെടുക്കുന്ന സമയത്താണ് അങ്ങയുടെ ഈ നിയോഗം എന്ന് പറയുന്നത്. വലിയ ദൗത്യങ്ങളിലേക്ക് പോവുക. അപ്പൊ അതിൽ ക്യാപ്റ്റൻ എന്ന നിലയിൽ പ്രവർത്തിക്കാൻ വേണ്ടി പോവുക. ഭാരിച്ച ഉത്തരവാദിത്തമാണ്. നിങ്ങൾക്കെല്ലാം എല്ലാവർക്കും അറിയാമല്ലോ, ഇപ്പോൾ ISROയിൽ എല്ലാം ഒരു നല്ല സക്സസ് ആയിട്ട് പോകുന്ന ഒരു സമയമാണ്. ഇപ്പം നമ്മൾക്ക് നാളെ രാവിലെ നമ്മൾക്ക് സ്പേഡക്സ് ഇനി രണ്ട് സാറ്റലൈറ്റ് നമ്മൾ 30th ലോഞ്ച് ചെയ്തതാണ്, ലാസ്റ്റ് മന്ത് 30th. അത് നാളെ ഡോക്കിംഗ് എക്സ്പെരിമെൻ്റ് ഉണ്ട്. പിന്നെ ഇമ്പോർട്ടൻറ്റ് പ്രോഗ്രാംസൊക്കെ ഇപ്പം ഉണ്ട്. ഇമ്പോർട്ടൻറ്റ് പ്രോഗ്രാംസ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഗഗൻയാൻ ആൾക്കാരെ മുകളിൽ കൊണ്ടുപോയി സേഫായിട്ട് കൊണ്ടുവരുന്ന ആ പ്രോഗ്രാം, അതിൻ്റെ ഇതിപ്പം സക്സസ് ആയിട്ടെല്ലാം പോയിരുന്നതുണ്ട്. ഇപ്പം തന്നെ ഒരു അനദർ ഫ്യൂ മന്ത്സിൽ നമ്മൾ അൺക്രൂ മോഡ്യൂളിന് പറയും, അൺക്രൂഡ് റോക്കറ്റ്, ആളില്ലാതെ ഒരു ഹ്യൂമനോയിഡ് വെച്ച് ആൾക്കാരെ കൊണ്ടുവരുന്ന ആ പ്രോഗ്രാം, അതൊക്കെയുള്ള എല്ലാ ജോലിയും സക്സസ് ആയിട്ട് ഇപ്പോൾ നടക്കുന്നതുണ്ട്. അത് തന്നെ ഈ മാസം ലാസ്റ്റിൽ നേവിഗേഷൻ സാറ്റലൈറ്റ് 02 എന്ന് പറയും, അത് GSLV മാർട്ട് വെഹിക്കിൾ വെച്ച് നമ്മൾ അയക്കാറുള്ള എല്ലാ വർക്കും ഇപ്പോൾ അവിടെ ശ്രീഹരിക്കോട്ടയിൽ നടന്നുകൊണ്ടിരിപ്പുണ്ട്. പിന്നെ അടുത്ത് നോക്കിയാൽ ഇപ്പം ഒരു കമേഴ്സ്യൽ US ഒരു സാറ്റലൈറ്റ് നമ്മൾ മാർക്ക് 3 വെഹിക്കിൾ വെച്ച് നമ്മൾ അയക്കാൻ അതുക്കുള്ള വർക്ക് ശ്രീഹരിക്കോട്ടയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഗഗൻയാൻ G1ക്കുള്ള വർക്കൊക്കെ അവിടെ റോക്കറ്റ് അസംബ്ലി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫ്യൂച്ചർ പ്രോഗ്രാമിന് നോക്കിയാൽ ചന്ദ്രയാൻ 3 നിങ്ങൾക്കെല്ലാം അറിയാം. ഇന്ത്യയാണ് ആദ്യത്തെ ദേശം മൂണിലെ സൗത്ത് പോളിൽ പോയി സക്സസ് ആയിട്ട് ലാൻഡ് ചെയ്തത്. ഇപ്പോൾ ചന്ദ്രയാൻ 4 എന്ന് പറയുന്നത് അവിടെ പോയി ലാൻഡ് ചെയ്ത് നമ്മൾ സാമ്പിൾ എടുത്ത് തിരിച്ചു കൊണ്ടുവരുന്ന മിഷനാണ്. അതൊക്കെയുള്ള ജോലികളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അടുത്ത് നമ്മൾക്ക് വേണ്ടി ഒരു സ്പേസ് സ്റ്റേഷൻ ബിൽഡ് ചെയ്യാൻ അത് പ്രൈം മിനിസ്റ്റർ അപ്രൂവൽ തന്നിട്ടുണ്ട്. സ്പേസ് സ്റ്റേഷൻ 5 മോഡ്യൂളാണ്. അതിൽ ഫസ്റ്റ് മോഡ്യൂൾ 2028 അയക്കാനുള്ള അതുക്കുള്ള അപ്രൂവൽ വന്നിട്ടുണ്ട്. പിന്നെ ആദ്യത്തെ റോക്കറ്റിന് പറയുന്നത് ലോഞ്ച് വെഹിക്കിളിന് പറയുന്നത് അബ്ദുൽ കലാം സാർ, പ്രസിഡന്റ് അബ്ദുൽ കലാം സാറുടെ പ്രോജക്ട് ഡയറക്ടർ ആയിരുന്നപ്പോഴാണ് SLV-3 നമ്മൾ സക്സസ് ആയിട്ട് അയച്ചു. 1980 അയച്ചത്. അത് 34 കിലോഗ്രാമുള്ള സാറ്റലൈറ്റാണ് കൊണ്ടുവിട്ടത്. ഇപ്പം നമ്മൾ ഒരു നെക്സ്റ്റ് ജനറേഷൻ ലോഞ്ച് വെഹിക്കിളിനിട്ട് അതൊക്കെ അപ്രൂവൽ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 30,000 കിലോഗ്രാം മുകളിൽ കൊണ്ട് വിടാൻ പറ്റും. 1000 ISRO ചെയർമാൻ ഡോക്ടർ V. നാരായണൻ തിരുവനന്തപുരത്ത് മാധ്യമങ്ങളെ കാണുകയാണ്. ഡോക്ടർ സോമനാഥിന് പിൻഗാമിയായി അദ്ദേഹം നിയമിതനായി. പ്രധാനമന്ത്രിയുടെ തീരുമാനമാണ് എന്നും എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട ദൗത്യമായി ISROയെ കാത്തിരിക്കുന്നതെന്നുമാണ് അദ്ദേഹം വിശദീകരിച്ചത്.